ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു FABBSONWHEELS. സോ ഇന്ന് ഞാനുള്ളത് ശരിക്കും നോർത്തിലാണ്, നമ്മുടെ പുതിയ വണ്ടിയുടെ അടുത്താണ്. ഓൾറെഡി ഇത് പുതിയ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് കുറേ നാളായി. കാരണം നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിത് ഒരൊറ്റ ആഡ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഈ ഒരു വണ്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ ഞാൻ ഈ വണ്ടി ഡ്രൈവ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ പാർട്ണർ തന്നെയാണ് വണ്ടി എടുത്തത്. സോ ഇപ്പോൾ ഞാൻ ഭോപ്പാലിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്തു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. സോ അവൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കിടിലൻ വണ്ടിയായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. 2009 മോഡലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് ബിൽറ്റാണ്. യാതൊരുവിധ സ്റ്റോക്ക് പരമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്പോയിൽ ചെയ്തിട്ടില്ല. ആസ് ഇറ്റ് ഈസ് സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ഒരു പക്ക ഓഫ് റോഡിന് പോകുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹൈറ്റ് ഒന്നും ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ലേ, എൻ്റെ സൈഡിലിരിക്കുന്ന സാധനം എന്താണ്, വിഞ്ച് വിത്ത് ഓഫ് റോഡ് ബമ്പർ വർക്കിംഗ് ആണ്, ഇലക്ട്രിക് വിഞ്ചാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കുറച്ച് റീൽസ് അല്ല, വണ്ടിയുടെ കുറച്ച് ഷോർട്സ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞതാ നമ്മുടെ മുമ്പിലൂടെ എത്തിയിട്ടുണ്ട്. 2009 മോഡലാണ്, MP രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. NOC നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലക്കി ഓണേഴ്സ് ആരാന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പ്രൈസ് നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കാണുന്ന വെച്ചാൽ പക്ക ഒരു ഹെവി ഓഫ് റോഡ് ബിൽറ്റ് ആയിട്ടുള്ള ഒരു ബമ്പർ വെച്ചിട്ടുണ്ട്. സോ അത് വിഞ്ച് കേപ്പബിലിറ്റി ഉള്ള ബമ്പറാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വിഞ്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ക വർക്കിങ്ങും ആണ്. 1.3 ലിറ്റർ എഞ്ചിനിൽ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കംഫോസറിൻ്റെ ടയേഴ്സ് 5 ടയേഴ്സ് നമ്മൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ന്യൂ റിംസ് വിത്ത് നമ്മുടെ ഫ്രീ വീൽ ഹബും വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കലി വണ്ടി പക്ക ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞപ്പോൾ ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഇറ്റ്സ് മൈ ഫോൾട്ട്. ഇതിനകത്ത് നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷോക്ക് അബ്സേഴ്സിൻ്റെ യാതൊരുവിധ ഡിസ്കംഫോർട്ടും ഷോക്ക് അബ്സേഴ്സിന് വന്നിട്ടില്ല. പിന്നെ പക്ക ഒരു ബ്രാൻഡഡ് നമ്മളൊരു സ്നോർക്കൽ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് പക്ക ഒറിജിനൽ സ്നോക്കേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സ്നോർക്കൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുള്ള പെയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്രേ മാറ്റ് കളറിലാണ് വണ്ടി നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റിംഗ് ആണ്. അവിടെ എവിടെയൊക്കെ ലിറ്റിൽ ബിറ്റ് സ്ക്രാച്ചസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ആ സ്ക്രാച്ചസ് ഒക്കെ റിമൂവ് ചെയ്യും. ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള നമുക്ക് വരുന്ന ലുക്ക്. പിന്നെ മെയിനായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഓഫ് റോഡ് പർപ്പസ് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഒരു വിഞ്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വിഞ്ചിൻ്റെ കോസ്റ്റ് എത്ര എന്നുള്ളത്. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വിഞ്ച് തന്നെയാണ് നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഓഫ് റോഡ് ബമ്പർ, അതായത് എല്ലായിടത്തും നമുക്ക് ഓഫ് റോഡ് ബമ്പേഴ്സ് വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ വിഞ്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഞ്ച് വെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡ് ബമ്പർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ജിപ്സി ഇഷ്ടപ്പെടുന്നവർക്കറിയാം. നമ്മൾ ഈ ചന്തയിലൊക്കെ മാർക്കറ്റിൽ മീനൊക്കെ വില പറയുന്ന പോലെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വില പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ബഹുമാനം തന്നെയാണ് ഈ വാഹനം സെയിൽ ചെയ്യുന്നവർക്ക് നഷ്ടപ്പെടുന്നത്. കാരണം നമ്മളൊരു ട്രൂ ലവ്, ഈ ഒരു വണ്ടിയൊന്നും ഒരിക്കലും ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല. ട്രൂ ലവർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ചൈൽഡ്ഹുഡ് ഡ്രീം ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ മാത്രമേ നമ്മൾ ജിപ്സിയുടെ കാര്യത്തിലോട്ടൊക്കെ ഇറങ്ങി പുറപ്പെടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിഗ്രറ്റ്സ് വരും. കാരണം വണ്ടി അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലുള്ള അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളും ഒക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഷോക്ക് അബ്സർ എല്ലാം തന്നെ സ്റ്റോക്കാണ്.
ഈ ഒരു വണ്ടി ഇപ്പോൾ ഇരിക്കുന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ മാറ്റാനായിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. സോ ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ വണ്ടിയുടെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടിരുന്ന ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയുടെ ആംഗിളും ബോഡി ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ പെയിൻറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ വണ്ടിക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ സോഫ്റ്റ് ടോപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സോഫ്റ്റ് ടോപ്പാണ്. നമ്മൾ മാരുതിയിൽ നിന്ന് പോലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ് ടോപ്പ് ഒന്നും അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ബക്കിൾസൊക്കെ തുരുമ്പിക്കാറാണ് പതിവ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സോഫ്റ്റ് ടോപ്പാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ടയർ ക്യാരിയറോ ബമ്പറോ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ നോർമലി ബാക്കിൽ വെച്ചിരിക്കുന്നത് ആ ഒരു 80 ടയേഴ്സാണ്. അപ്പോൾ 4 റിംസും അതിനോടൊപ്പമുള്ള ഓഫ് റോഡ് ടയേഴ്സും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ. 4 MT ടയേഴ്സ് തന്നെ പറയുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് എങ്ങും തുടരും 8500 ഒക്കെ നമുക്ക് കമ്പോസർ ടയേഴ്സിന് കോസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റീൽ റിമ്മിന് തന്നെ ഓൾമോസ്റ്റ് 4500 ഒക്കെ നല്ല റിമ്മിന് വില വരുന്നുണ്ട്. വണ്ടിക്കകത്ത് AC പവർ സ്റ്റിയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ LPG വണ്ടിക്കകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു LPG ഫിറ്റ് ചെയ്ത് എന്താ പ്രശ്നം എന്നൊക്കെ. അതിനൊക്കെ ഉള്ള ഒരുപാട് ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ വഴി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ജിപ്സി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസ്. പിന്നെയും സംശയങ്ങൾ ചോദിക്കേണ്ട ഓരോ ആവശ്യങ്ങളും ഇല്ല. അങ്ങനെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വണ്ടിയുടെ വീഡിയോസ് തന്നെ ആയിരിക്കും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നമുക്ക് ഇത് കണ്ടില്ലേ, ക്യാബിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LPG കിറ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് പവർ സ്റ്റിയറിങ്ങിനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫ്ലോർ മാത്രമാണ് നമുക്ക് കുറച്ചൊന്ന് പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ളത്. അല്ലാതെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് വരുന്നില്ല. പക്ക സ്റ്റോക്കായിട്ടുള്ള പ്ലേറ്റും ലീഫ് സെറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കാരണം ആ ഒരു കംഫർട്ട് നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേ പെയിൻറ്റ് നമ്മൾ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി, അതെന്ന് വെച്ചാൽ നമ്മൾ ഓണർ റെഡിയാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ ഒരു വർക്കിലോട്ട് പോകത്തുള്ളൂ. അത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫാമിലിക്ക് യാത്ര പോകണം, അതോടൊപ്പം തന്നെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. പിന്നെ കുറച്ച് എസ്തെറ്റിക് ലുക്കിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുത്താനുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയലി ഈ വണ്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. കാരണം എല്ലാവർക്കും ഈ പെയിൻറ്റ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കാരണം കുറേ പേർക്ക് കുറേ കളേഴ്സാണ് ഇഷ്ടം. ജിപ്സിയുടെ കാര്യത്തിൽ വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഡിഫറൻറ്റ് കളേഴ്സ് ഓരോ ഓണേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത്ര തന്നെയാണ്. പിന്നെ മെയിനായിട്ടും ഈ വണ്ടി എടുക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഈ വണ്ടി നോക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾക്ക് കുറച്ച് ഫാമിലി പർപ്പസ് വേണം. നിങ്ങൾക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ പിന്നെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉപയോഗിക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ പക്ക ഓഫ് റോഡ് പോകാനൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. ആസ് ഇറ്റ് ഈസ് കണ്ടീഷനിൽ തന്നെ നമുക്ക് ഓഫ് റോഡ് എടുത്തുകൊണ്ട് പോകും. ഒരു വിഞ്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നും ഇത്രയും കാലമായിട്ട് പോലും എൻ്റെ വണ്ടിയിൽ പോലും എനിക്കൊരു വിഞ്ച് വെക്കാനുള്ള കേപ്പബിലിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം നല്ല കോസ്റ്റ്ലിയാണ്. വിഞ്ചും ബമ്പറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 60,000 അടുപ്പിച്ച് നല്ല ബമ്പറും വിഞ്ചും കൂടെ ഒക്കെ കോസ്റ്റ് വരുന്നത്. ചുമ്മാ സാധാ ബമ്പർ മേടിച്ച് വിഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി വലിക്കുമ്പോൾ അത് പെട്ടെന്ന് കണ്ടെത്തി പോകും. അത് നോക്കിയിട്ട് കഥയൊന്നുമില്ല. അപ്പോൾ വിഞ്ചിനെ ശരിക്കും നമ്മൾ വിശ്വസിച്ച് വണ്ടിയുടെ പാർട്ടായിട്ട് കൊണ്ടു കിടക്കേണ്ട സാധനം തന്നെയാണ്. ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷനിൽ മാത്രം നിൽക്കുന്നൊരു വണ്ടിയാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിതിനെ ഡിമോട്ടിവേറ്റ് അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് വളരെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എബോവ് 60% ടയേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ അത്യാവശ്യം കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ട് ഇൻസ്റ്റയിൽ ഞാൻ റീൽസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു റീൽസ് വെച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പേരിലോട്ട് മാറ്റിത്തരാം. ഇപ്പോഴേ പറയാം, ലോൺ ഫെസിലിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങാവുന്നതാണ്. ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ലോൺ അവൈലബിലിറ്റി വന്നുകൂടായികയില്ല. അപ്പോൾ ഒരുപാട് പേര് എന്നോട് സോഫ്റ്റ് ടോപ്പ് വണ്ടി, പക്ക ഓഫ് റോഡിന് പറ്റുന്ന വണ്ടി, അതുപോലെ ഫാമിലി യൂസിന് പറ്റുന്ന വണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ യാതൊരുവിധമായി ഞാൻ ഓൾറെഡി പറഞ്ഞു, യാതൊരുവിധമായിട്ടുള്ള സ്റ്റോക്ക് രീതിയിൽ നിന്ന് യാതൊരുവിധമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. ഇതിൻ്റെ ടയേഴ്സ് നമുക്ക് 235 ടയേഴ്സ് MT ടയേഴ്സാണ് വരുന്നതെങ്കിലും ടയേഴ്സ് നമുക്ക് പുറത്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ടയേഴ്സ് ഓൾമോസ്റ്റ് ഇൻസൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഇൻസൈഡ് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ടയർ ചരിഞ്ഞ് നിൽക്കുക, കണ്ടോ, കുറച്ച് ചരിഞ്ഞിരിക്കുന്നുണ്ടാണ്. ആ ബാക്കിലെ ടയർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ബോഡി ലൈനും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾസറി എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ്. ഞാനിപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ വണ്ടി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു.
സ്നോർക്കൽസ് എല്ലാം വർക്കിംഗ് സ്നോർക്കൽസ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതുണ്ടോ, നല്ല പക്ക മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്ത് വെച്ച്. ക്ലിപ്പ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കൊടുത്ത്, കാരണം ഒരാൾ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ബാക്ക് സൈഡൊക്കെ പക്കയാണ്, വേറെ ഒന്നും ഇതിനകത്ത് നോക്കാനായിട്ടില്ല. നമ്മുടെ LPGയുടെ കിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. LPGയുടെ കിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. LPG കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ജിപ്സി നമുക്ക് ലോങ് ടൈമിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ LPG വെക്കാതെ വേറെ വഴിയില്ല. കാരണം ജിപ്സിക്ക് മൈലേജ് ഒരു 12-13 കിട്ടിയാൽ പോലും ഓഫ് റോഡ് പോകുന്ന വാഹനമാണ്. സോ ഓഫ് റോഡ് പോകുന്ന വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മൾ LPG വെച്ച് നമ്മുടെ നോർമൽ ഡ്രൈവും കാര്യങ്ങളും ഒക്കെ നമുക്ക് LPGയിൽ പോകാൻ പറ്റും. ബാക്കിയുള്ള ഡ്രൈവൊക്കെ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ പെട്രോളിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് പോയാൽ മതി. LPG വെക്കാൻ തന്നെ നമുക്കൊരു 50ക്ക് താഴെ നല്ല കിറ്റിനനുസരിച്ചാണ് വില വരുന്നത്. 50ക്ക് താഴെ നല്ല കിറ്റിന് വില വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ LPG വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഈ ഒരു വണ്ടി ഫോപ്പാലിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന LPGയിൽ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും വണ്ടിക്കില്ല. കാരണം എൻ്റെ വണ്ടിയിൽ ഞാൻ LPG ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തതിന് മാത്രം നിങ്ങൾ LPG വെക്കുക. LPG വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ജിപ്സിയൊക്കെ എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതന്നെ ഞാൻ LPG എന്നുള്ളൊരു കാര്യത്തിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ശരിക്കും എനിക്ക് ഈ LPGയുടെ ഒരു കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടി. അതിനുശേഷമാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ജിപ്സിയെ ലൈഫിനോട് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് തന്നെ അതിന് ആധാരം തന്നെ ശരിക്കും ഈ LPG കൺവേർഷൻ തന്നെയാണ്. അപ്പം ജിപ്സി ലോങ് ടേം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ LPGയിലോട്ട് കൺവേർഷൻ ചെയ്യുക. അതെൻ്റെ ഒരു സജഷനാണ്. പിന്നെ മെയിനായിട്ടും ജിപ്സി എടുക്കുന്ന ആൾക്കാർ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡി ലൈനാണ്. നിങ്ങൾക്ക് ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ബോണറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പുട്ടി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ആ ബോണറ്റിൻ്റെ സൈഡ് ലൈൻ കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം ജിപ്സിക്കകത്ത് എടുക്കാനായിട്ട്. കാരണം ആ ബോണറ്റിൻ്റെ ലൈനൊക്കെ കിട്ടുന്ന പോലെയാണ്. ഈ മാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി പക്ക കണ്ടീഷനല്ലാത്ത വണ്ടിയിൽ മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുളമായിട്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് പക്ക ബോഡി ലൈനും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീലൊക്കെ എന്തായാലും നിങ്ങൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന അതർ ഐറ്റംസിൻ്റെ കോസ്റ്റ് വെച്ച് തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2.5 അല്ലെങ്കിൽ 2 lakhോളം തന്നെ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വർത്താണ്. അപ്പോൾ അത്യാവശ്യം ഒരു ചീപ്പ് ബാർഗെയിൻ ആണെങ്കിൽ നിങ്ങൾ വിളിക്കണമെന്നില്ല. കാരണം വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊക്കെ എടുത്തിട്ട് ഒരു 3-3.5 നമുക്കൊരു വണ്ടി കിട്ടും. 3.5 നിങ്ങൾക്കൊരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വിഞ്ച് വെച്ച് empty ടയേഴ്സ് ഇട്ട് empty റിംസ് ഇട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് വിളിച്ചിട്ട് വളരെ ചീപ്പായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത്. നിങ്ങളുടെ വില തന്നെയാണ് ഇടിയുന്നത്. ഞാൻ ആരോടും ബാർഗെയിൻ ചെയ്യാറില്ല. ഞാൻ വളരെ ലീസ്റ്റായിട്ടുള്ള പ്രൈസേ പറയാറുള്ളൂ. ഇപ്പോൾ തന്നെ നോർത്തിലൊക്കെ വില നന്നായിട്ട് കൂടിയിട്ടുണ്ട് ജിപ്സിക്ക്. ജിംനി വന്നു എന്ന് വെച്ച് ജിപ്സിയുടെ മാർക്കറ്റ് ഇടിയുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ജിംനിയെ ഇഷ്ടപ്പെടുന്നവർ ജിംനിയെ ഇഷ്ടപ്പെടും, ജിപ്സിയെ ഇഷ്ടപ്പെടുന്നവർ ജിപ്സി ഇഷ്ടപ്പെടും. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ട് പർപ്പസാണ്. ജിപ്സി ആണെങ്കിൽ ഏത് കുണ്ടിലും കിടക്കും, എവിടെ വേണമെങ്കിലും കൊണ്ടും എന്ത് വേണമെങ്കിലും നടക്കും. നമ്മൾ തന്നെ സാധനങ്ങൾ മാറാനാണ് നമുക്ക് വേണ്ടുന്നത്. ജിംനി ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം അതൊരു പുതിയ വെഹിക്കിളാണ്. ജിപ്സിയെ സംബന്ധിച്ചോളം ഒന്നും നോക്കാനില്ല. ജിപ്സിക്ക് ചെറിയ ചില പാർട്സുകൾ മാത്രമേ ഉള്ളൂ എക്സ്പെൻസീവായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ വണ്ടി വെച്ചിട്ട് ഞാൻ കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്കിലും ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിപ്സി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് തരാം. ഞാൻ അതിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ്. സക്സസ്ഫുൾ ആയതിനു ശേഷം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതോടൊപ്പം തന്നെ നമ്മുടെ റിയർ ബമ്പേഴ്സ്, ഫ്രണ്ട് ബമ്പേഴ്സ്, വിഞ്ച് ബമ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഷോക്ക് ഒബ്സർ, ഈ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഫാബ്സോൺ വീൽസ് എന്ന് പറഞ്ഞ കൊടക്കീഴിൽ വരുന്നതാണ്. ഫ്യൂച്ചർ വെരി സൂൺ ഒരു 2 months തന്നെ നിങ്ങൾക്കത് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഞാനുമായിട്ടുള്ള ഒരു ടച്ച് വിടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റ അവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് വരും. നമ്മുടെ ഷോർട്സും റീൽസും ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ വീഡിയോസ് കാണാം. ഷോർട്സിൽ പോയാൽ ഇതിൻ്റെ നോർമൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി വേണ്ട ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജിപ്സി ലവേഴ്സ് ആരൊക്കെയാണെന്ന് ഉറപ്പായിട്ടും നമ്മളോട് മെസ്സേജ് അയക്കും, മറക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കുറച്ച് റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആരാണോ വാങ്ങുന്നത് നിങ്ങളുടെ പേരിൽ തന്നെ നമുക്ക് NOC കാര്യങ്ങളൊക്കെ എടുത്ത് തരാനായിട്ട് പറ്റും. നമ്മൾ ഒരിക്കലും ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നമ്മൾ വാങ്ങുന്നില്ല. നമ്മൾ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങി നമ്മൾ തന്നെ പേഴ്സണൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ വണ്ടി നമ്മൾ എത്തിക്കുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ സെയിലറോ കാര്യങ്ങളോ ഒന്നുമല്ല. എവറി മന്ത് 1-2 ജിപ്സികൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കിടക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ ഓണേഴ്സിൽ നിന്ന് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ കുറേ വണ്ടികൾ വരും. പിന്നെ ഓരോ വണ്ടികളും സെയിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് അപ്പോൾ ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ വണ്ടി, അതായത് ബ്ലൂ ബേബി എന്ന് പറയും. അത് നമ്മൾ കുർഗിലാണ് കൊടുക്കാൻ പോകുന്നത്. ആ കുർഗിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ കിടിലൻ വീഡിയോസൊക്കെ വരുന്നവർക്കും എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം
നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടേഴ്സാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അല്ലാതെ കൂടി ഒരുപാട് ആൾക്കാർ നമ്മളെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ മതിയാവും, അതുകൊണ്ട് കുറച്ച് പേര് വ്യൂസ് കിട്ടിയാൽ മതിയാവും, നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, ജിപ്സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം സർവീസുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് മാത്രമല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ മാത്രമല്ല, ഒരുപാട് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തന്നെ വിചാരിക്കുന്നു. അതിൻ്റെ സജഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കേണ്ട. എല്ലാത്തരം കാര്യങ്ങൾക്കും ജിപ്സിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവ് ഉണ്ടാകും. കാരണം ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിപ്സിയിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകണം. അപ്പോൾ ഉടനെ തന്നെ ഈ വണ്ടി അവിടെ കൊണ്ടുവരാൻ നിങ്ങൾ സഹായിച്ചാലാണ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇതിന് വേണ്ട ഓണേഴ്സ് ആരൊക്കെയാണെന്നുള്ളതിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.